സപ്പോർട്ട് വൈഫാണ് ഏറ്റവും സപ്പോർട്ടീവ് ആയിട്ടുള്ളത്. ഇപ്പൊ മക്കളാണെങ്കിൽ എങ്ങനെയാണ് ഒരു ഫാമിലി എന്നുള്ള നിലയിൽ, ഒരു ഫാമിലി ബിസിനസ് എന്നുള്ള നിലയിൽ കൊണ്ടുപോകുക അതിൻ്റെ ഇത് രണ്ടും കൂടി കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ ഞങ്ങള് പലപ്പോഴും കാണുന്നത് രാത്രി ഊണുമേശയ്ക്ക് ചുറ്റുമാണ്. പിന്നീട് ഞങ്ങള് കാണാറില്ല. പിറ്റേ ദിവസം രാത്രി ഊണുമേശയ്ക്കാണ് കാണാറ്. രാവിലെ ഫുഡ് കഴിക്കുന്ന ചിലപ്പോ താമസിക്കുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ ഓഫീസിൽ ചെന്നിട്ടായിരിക്കും ഞാൻ കഴിക്കുന്നത്. മിസ്സസ് അതുപോലെ തന്നെ ഞങ്ങൾ രാത്രി ഊണുമേശയ്ക്കാണ് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചിരിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു അരമണിക്കൂർ ഒരു ഭക്ഷണം മേശ വന്നേക്ക് അവിടെ വെച്ചാൽ ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ എന്റെ ഒരു അഭിപ്രായത്തില് ഈ ബിസിനസ്സുകാർക്കൊക്കെ ഫാമിലി ലൈഫ് എന്ന് പറയുന്നത് വളരെ ഇതായിരിക്കും, ബിസി ആയിരിക്കും. അതിന്റെ ആസ്വാദികത കുറവായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല എല്ലാം കുറച്ച് കൊണ്ടുപോകുന്നുണ്ടെന്ന്. ഇതുവരെ ഈ 3350 പ്രോഡക്റ്റ് ലിസ്റ്റ് നിൽക്കുമ്പോ ഇത്രയും പ്രൊഡക്ട്സിന് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള, ഏറ്റവും ഇറക്കുന്ന സമയം സക്സസ്ഫുൾ ആകുമോ, ഇത് എങ്ങനെയായിരിക്കും ആൾക്കാർ എടുക്കുന്നത് എന്ന് തോന്നുകയും പക്ഷെ വിപുലമായ സ്വീകാര്യത കിട്ടിയതുമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ചോദിച്ചാൽ അത്ര ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ആദ്യം മനസ്സിൽ വരുന്നത് ഞങ്ങളുടെ ഹെയർ കളർ. ഇപ്പം ഞാൻ എന്റെ ഈ സാരി കറുപ്പിച്ചതാണ്. ഏതാണ്ടൊരു 50% അടുത്ത് വരെ എന്റെ സാരി വെളുത്തതാണ്. അപ്പൊ അത് ഞാനത് കുറെ കാലമായി സാരി ഉപയോഗിക്കുന്നുണ്ട്, കറുപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാനത് സാധാരണ ഹെയർ കളേഴ്സാണ് ഉപയോഗിച്ചിരുന്നത്. ഒരു 2 വർഷം മുമ്പ് ഒരു ഹെയർ കളർ ഉപയോഗിച്ചപ്പോൾ എനിക്ക് എന്റെ തൊലിയിലുള്ള കളർ ചെയ്യും. ഇപ്പൊ എനിക്ക് ഈ സാരി ഷേവ് ചെയ്യാൻ പറ്റത്തില്ല. അത് ഷേവ് കഴിഞ്ഞ ഒരു ബ്ലാക്ക് പാച്ച് ഉണ്ട്. ഒരു ഹെയർ കളർ ഉപയോഗിച്ചതിന്റെ ഒരു അനുഭവമാണ്, അലർജിയാണ്. ഇപ്പൊ ആ ബ്ലാക്ക് കളർ ഞാൻ പേർക്കൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് സാരി ഉപയോഗിക്കാൻ പറ്റില്ല. അതാണ് എന്റെ അവസ്ഥ. അപ്പൊ അങ്ങനെ ഇരുന്നതാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞൊരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ആലോചിച്ച് എവിടെയെങ്കിലും തൊലിയിൽ പിടിക്കാത്തൊരു ഹെയർ കളർ ഉണ്ടോ എന്നുള്ള അന്വേഷണം ആലോചിച്ചു. അത് ലോകം മുഴുവൻ നീളുന്ന ഒരു അന്വേഷണമായിരുന്നു. അവസാനം ഈ കോസ്മെറ്റിക്സിന്റെ ഒക്കെ തലസ്ഥാനം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, വാക്സ് എന്ന് പറയും, കാൻഡൽ എന്ന് പറയുന്ന സ്ഥലം. അപ്പൊ അവിടെയാണ് മിക്കവാറും എല്ലാ രാജ്യത്തെ പ്രമുഖമായ എല്ലാ കോസ്മെറ്റിക്സും ഉത്പാദിപ്പിക്കുന്നത്. അവിടെ ഒരു പ്രോഡക്റ്റ് കണ്ടുപിടിച്ചതായിട്ടാണ്. ആ അവസരത്തിൽ തന്നെ ഞാൻ അവിടെ പോയി, ഫാക്ടറിയിൽ നേരിട്ട് പോയി സ്വന്തം ശരീരത്തിൽ പ്രയോഗിച്ച് നോക്കി ബോധ്യം വന്ന ശേഷം ആ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇന്നിപ്പോ അത് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഏറ്റവും അധികം വിൽക്കപ്പെടുന്നതും ഉപയോഗിക്കപ്പെടുന്നതുമായ ഹെയർ കളർ ഷാമ്പു എന്നൊരു പ്രോഡക്റ്റാണ് ചെയ്തിരിക്കുന്നത്. പോകാൻ സമയമായിരിക്കാണ് വിസ്മയ തുമ്പത്ത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ സാധിക്കുന്ന മാജിക്കാണ് വിസ്മയ തുമ്പത്ത്. വിസ്മയ തുമ്പത്ത് നമസ്കാരം. വിസ്മയ തുമ്പത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിന്ന് ഒരു കാർഡ് ഫിക്സ് ചെയ്യാം. ഓക്കെ, ഞാൻ വലിയ കാർഡ് കൊണ്ടുവന്നു, ചെറുതല്ല, വലിയ കാർഡ്. ഇതാണ് ക്വീൻ ഓഫ് സ്പേസ്. ഓക്കെ, വെരി ബിഗ് കാർഡ്, വളരെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതാണ് ഞാൻ വലിയ കാർഡ് കൊണ്ടുവന്നത്. കാണുന്നുണ്ടല്ലോ. Now watch this carefully, and fold this. ഫോൾഡ് ചെയ്തിട്ട് ഞാൻ ഇതിന്റെ ടിപ്പ് കട്ട് ചെയ്യും. ഞാൻ ക്വീനിന്റെ ഒരു ടിപ്പ് കട്ട് ചെയ്തെടുക്കും. ഓക്കെ, നൗ ദിസ് ഈസ് റിയലി എ ഫാന്റാസ്റ്റിക് ട്രിക്ക്. നമുക്ക് എന്താ സംഭവിക്കാൻ നോക്കാം. നമുക്കിത് അതിനകത്ത് നിശ്ചയിക്കാം. നമ്മൾ ഹാൻഡിൽ ഓക്കെ, ഇനി നമുക്ക് പതുക്കാം ഇതൊന്ന് നിർത്തി നോക്കാം. ഇതാണ് കട്ടിംഗ് ആൻഡ് റെസ്റ്റോറേഷൻ ഓഫ് മാജിക്. ഒരു ഭാഗം കട്ട് ചെയ്യുക, വീണ്ടും അത് റെസ്റ്റോർ ചെയ്യാം. ഇപ്പൊ ഞാൻ ക്വീൻ കാർഡാണ് റെസ്റ്റോർ ചെയ്തത്. ഇനി നമുക്ക് വേറെ ട്രിക്ക് എന്താണെന്ന് അറിയാമോ? റോപ്പ് കട്ടിംഗ് ആൻഡ് റെസ്റ്റോറേഷൻ ഓഫ് റോപ്പ്, കട്ടിംഗ് ആൻഡ് റെസ്റ്റോറേഷൻ ഓഫ് ന്യൂസ് പേപ്പർ, അങ്ങനെ ഒരുപാട് restoration magic in it. So don't miss this, okay? Watch carefully each and every segment. Okay? Here we go. Bye.
വിശേഷങ്ങളും വൈവിധ്യങ്ങളുമായി കേരള കൗമുദി ആഴ്ചപ്പതിപ്പ് കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ. ജീവിതം തൊട്ടറിയുന്ന പങ്ക്തികൾ, വായനയെ സമ്പന്നമാക്കുന്ന ഫീച്ചറുകൾ, വികാരസാന്ദ്രമായ നോവലുകൾ, കൂടാതെ മനം നിറയ്ക്കുന്ന പങ്ക്തികളുമായി കേരള കൗമുദി ആഴ്ചപ്പതിപ്പ് മലയാളത്തിലെ 1-ാം നമ്പർ കുടുംബ വാരിക. കേരള കൗമുദി ഫ്ലാഷ് 9 കൊല്ലം കൊണ്ട് അമ്പരപ്പിക്കുന്ന വളർച്ച. വാർത്തയിൽ മിന്നൽ പിണറായി എന്നും വായനക്കാർക്കൊപ്പം. വാർത്തയുടെ വേഗത്തിൽ ഒരേ ദിവസം നിരവധി എഡിഷനുകൾ. കേരളത്തിലെ 1-ാം നമ്പർ മിഡ്. കേരള കൗമുദി ഫ്ലാഷ്. കണ്ണടയ്ക്കാത്ത വാർത്ത, ധീരത, സത്യസന്ധത, വിശ്വാസ്യത. I'm very proud to be his older partner too. Well, engagement ശേഷം I'm not working with him. The thing is that we finished it. Engagement തൊട്ട് മുമ്പ് നമ്മുടെ കോമ്പിനേഷൻസ് വരുന്നു. എനിക്കൊന്നും എന്നെക്കാട്ടി ബെറ്ററാണ് അത്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Royal Gold, everlasting relationships, Junga Jewelry. കഴിച്ചിനെടുത്ത് ചങ്ങനാശ്ശേരി ഇൻസ്റ്റന്റ് സ്വർണ്ണപ്പണയം കൊശമറ്റത്തിലായി സ്വർണം എന്നും നമ്മുടെ കുശമറ്റം ഫിനാൻസ്. നേട്ടങ്ങളുടെ 1000 ദിനങ്ങളും കടന്ന് UDF സർക്കാർ മുന്നോട്ട്. കേരളം ഒന്നാമത്. നമ്മുടെ ഇന്നത്തെ അതിഥി സുസോ മോളിന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ ഗിരീഷ് ചെല്ലിയിലാണ്. അദ്ദേഹത്തിന്റെ വിജയ വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം. സാർ, ഇപ്പൊ നമ്മള് ഹെയർ കളേഴ്സിന്റെ കേസ് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും വേൾഡ് ഫേമസ് ആയിട്ടുള്ള പല ബ്രാൻഡ്സും മാർക്കറ്റുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പൊ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നമ്മൾ ഇത്തരത്തിലൊരു പ്രൊഡക്റ്റ് കൊണ്ടുവരുമ്പോ ആ സമയത്ത് എന്തൊക്കെ ചലഞ്ചസ് ആണ്? ഇത് ആദ്യം അത്തരം പ്രൊഡക്റ്റിന്റെ ഇപ്പം പല പ്രൊഡക്റ്റിനും ഗുണങ്ങളും തൊട്ടുണ്ടാവും. ഇപ്പൊ പ്രധാനമായിട്ടും ഹെയർ കളർ ഉപയോഗിക്കുന്ന ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട്. അകാല തലവരുന്ന ആൾക്കാർ, മധ്യവയസ്കർ, ഇപ്പൊ വൃദ്ധരായ ആൾക്കാർ പോലും ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇവരൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇവർക്ക് പ്രധാന ബുദ്ധിമുട്ടുകൾ പറഞ്ഞുതരാം. ഏകദേശം 30 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ സമയം വേണം ഈ ഹെയർ ഡൈ ചെയ്തെടുക്കാൻ. അപ്പൊ ഇത്രയും സമയം ഒന്നാമത് ഏകദേശം 15 ദിവസത്തിലൊരിക്കലും ചെയ്തോണ്ടിരിക്കുന്നത്. കാരണം മുടി 15 ദിവസത്തിലൊരിക്കലും ഏതാണ്ട് 1/2 സെന്റിമീറ്റർ വളരെ കുറവല്ലേ. അപ്പൊ അത് വളരുന്നതനുസരിച്ച് നമ്മൾ പരത്തി കൊടുത്തില്ലെങ്കിൽ അടിവശം വെളുത്തുവരിക്കും, 3 വശം കറുത്തുവരിക്കും. അപ്പൊ അതുകൊണ്ട് പരത്തുന്നവരെല്ലാവരും 15 ദിവസത്തിലൊരിക്കലും ചെയ്തോണ്ടിരിക്കുക. അപ്പൊ അവർ ഏറ്റവും ബുദ്ധിമുട്ടുന്ന പ്രശ്നങ്ങളിൽ ഒന്ന് സമയമാണ്. 30 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ. രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ചാല് നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് ഒരു കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് നല്ല ലൈറ്റിംഗ് ഉള്ള സമയത്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതായത് കൃത്യമായിട്ട് ഈ പുരുഷന്മാർക്ക് പ്രത്യേകിച്ച് ഈ കിറാവിനൊക്കെ പ്രത്യേകിച്ച് ഷേപ്പുകൾ കാണും. ആ ഷേപ്പിൽ ഇപ്പോൾ തന്നെ കൃത്യമായിട്ടൊരു പതിച്ച് വയ്ക്കുകയും 1/2 മണിക്കൂർ സമയം വരെ തൊലിയിലേക്ക് ഒലിച്ചിറങ്ങാതെ വളരെ സൂക്ഷ്മതയോടെ കാത്തിരിക്കുകയും ചെയ്ത ശേഷം ആണ്
ചിലപ്പോൾ എനിക്ക് പത്രം വായിക്കാൻ പോകും. പത്രം വായിക്കാൻ പോകുമ്പോൾ 2 തുള്ളിയിൽ വരും. പിന്നെ പുള്ളിക്ക് 3 ദിവസത്തേക്ക് ഓഫീസിൽ പോകാൻ പറ്റില്ല. എനിക്ക് 3 ദിവസം കഴിയുമ്പോൾ ഈ പാട് വാങ്ങി പോരാ. അപ്പൊ അതുപോലെ മീശയിൽ പുരട്ടുന്നവർക്ക് അവർക്ക് ഈ ചുണ്ടൊക്കെ കറക്കും, ചുണ്ടിനെ വലിച്ചെറിയും, അതുപോലെ സൈഡിലൊക്കെ പോയി. അതാണ് രണ്ടാമത്തെ ചുണ്ട്. അത് ഞാൻ പറഞ്ഞ സമയം. രണ്ടാമത് കളർ ഒലിച്ചിറങ്ങുന്നത്. മൂന്നാമത് പലതിലും അമോണിയ, PPD മുതലായ രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ചിലർക്ക് അലർജി ഉണ്ടാകുന്നുണ്ട്. അപ്പം അലർജി ഫ്രീ ആയിട്ടും ഈ സമയവും ലാഭിക്കണം എല്ലാം കൂടി ചേർത്തത് പ്രൊഡക്റ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് അന്വേഷിച്ചതാണ് ഹെയർ കളർ ഷാമ്പൂവിനെ കുറിച്ച് അറിഞ്ഞത്. അതന്ന് ഇന്ത്യയിലൊന്നും ഇന്ത്യയിലല്ല, ലോകത്തൊരിടത്തും അങ്ങനെ വ്യാപകമായി ഉണ്ടായിരുന്നില്ല. അത് കണ്ടുപിടിച്ച് സെയിലായിരുന്നു. ഒന്ന് തന്നെ പോയി അവരുമായിട്ട് ഫാക്ടറിയുമായിട്ട് ഒരു ഡീൽ ഉറപ്പിക്കാനും ഒക്കെ ചെയ്തു. അന്ന് ഹെർബൽ എന്നുള്ള പേരിൽ 2 വർഷം മുമ്പ്, 1.5 വർഷം മുമ്പ് ഞങ്ങളത് പുറത്തിറക്കുകയും ചെയ്തു. ഇന്നിപ്പോ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ അതിന്റെ ഒരു പുതിയ വേർഷൻ, അതായത് ഹെർബലിൽ നിന്ന് മാറി അടുത്ത സ്റ്റേജിലേക്ക് വരും. ഞങ്ങളൊരു പഴം കൊണ്ട് അതിന് ഉണ്ടാക്കിയിട്ടുണ്ട്. നോനി ഫ്രൂട്ട് എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ, പണ്ടൊക്കെ നമ്മുടെ അമ്മമാർ ഉപയോഗിക്കുന്നത് ആപച്ചക്കാർ പറയും. അത് നമ്മുടെ മുടി വളരാനും മുടി പൊട്ടിപ്പോവാതിരിക്കാനും ഒക്കെ പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നതാണ്. ഇപ്പൊ ഞങ്ങളത് ഞങ്ങളുടെ ഫാക്ടറിയിൽ ഞങ്ങൾ ആപച്ചക്ക വെച്ചാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഞങ്ങൾ 2 ദിവസം പുറത്തിറക്കിയിട്ടുണ്ട്. അതിനകത്ത് അമോണിയ മുതലായ കെമിക്കൽസ് ഇല്ല. പ്രിസർവേറ്റീവ്സും മുടിയുടെ കളർ 15 ദിവസം നിലനിൽക്കാനുള്ള ചില വസ്തുക്കൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് അലർജിയുടെ നിരക്ക് വളരെ 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 കുറവായിരിക്കും. എന്ന് പറഞ്ഞാൽ അലർജി ടെസ്റ്റ് ചെയ്യണമെന്നാണ് നിയമം മനസ്സിലാക്കിക്കുന്നത്. ഒന്ന്, പിന്നെ ചിലർക്കെങ്കിലും പല പല വസ്തുക്കളും അലർജി, പഞ്ചസാര പോലെ അലർജി ഉള്ളവരുണ്ട്. അപ്പൊ അലർജി ടെസ്റ്റ് ചെയ്തിട്ട് ഉപയോഗിക്കുക. പക്ഷെ അലർജി ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുക. അങ്ങനെ പ്രൊഡക്റ്റ് ഇറക്കുന്നത് വളരെ സക്സസ്സാണ്. സാറിന് ഏറ്റവും ഈ പറഞ്ഞ പോലെ ഏറ്റവും പേടിച്ച് മാർക്കറ്റിൽ കൊണ്ടുവന്ന ഏറ്റവും സക്സസ്ഫുൾ ആയ ഒരു പ്രൊഡക്റ്റിന്റെ കാര്യമാണ്. ഏറ്റവും പോസിറ്റീവായിട്ട് ആദ്യം തന്നെ ഇത് സക്സസ്ഫുൾ ആകും, എന്തായാലും ഇതിന്റെ പേരിൽ വലിയ ടെൻഷൻ വേണ്ടാന്ന് തോന്നി മാർക്കറ്റിൽ കൊണ്ടുവന്ന പ്രൊഡക്റ്റ് ചോദിച്ചാൽ മതി. അത് വളരെ റയറായിട്ട് ഉണ്ട്. പക്ഷെ അത് എടുത്തു പറയത്തക്ക രീതിയിൽ അതൊന്നുമില്ല. കാരണം അങ്ങനെ ഒരു സംശയകരമായ സാധനങ്ങളിലെല്ലാം ഞങ്ങൾ വളരെ മിനിമം ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്ത് അപ്പൊ പൈസ കൂടുതലായിരിക്കും. അങ്ങനെ പരാജയപ്പെട്ടതുണ്ടാവും. ഈ 3350 പ്രൊഡക്റ്റില് എനിക്ക് തോന്നുന്നത് ഒരു 50-100 പ്രൊഡക്റ്റ് പരാജയപ്പെട്ടിട്ടുണ്ട്. അത് നമ്മുടെ കേരളത്തിലെ അവസ്ഥയ്ക്ക് യോജിക്കാത്തതുകൊണ്ട്. ഞങ്ങൾ ഈ നൂഡിൽ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളുണ്ട്, അത് ഫെയിലറായിട്ട്. നമ്മളിവരൊക്കെ ആരും നൂഡിൽ ഉണ്ടാക്കില്ല. അപ്പൊ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഫെയിലറായിട്ടുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയാൻ ഓർമ്മയില്ല. എന്നാലും കുറെ സ്ഥലത്ത് ഉണ്ടാവും. തീർച്ചയായിട്ടും എല്ലാ സാധനങ്ങളിലും അവർക്ക് കാണുന്നതാണ് വിശ്വസിക്കുന്നത്. ഈ ബിസിനസ് യാത്ര ഒരു കോപ്പി റൈറ്റർ ആയിട്ടാണ് പ്രൊഫഷണൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു കോപ്പി റൈറ്റർ എന്നുള്ള ഒരു എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും ബുക്സിന്റെ കാര്യത്തിലേക്ക് എടുത്തു, ബുക്സിലേക്ക് ഒരു വഴി തെളിച്ചു. അതിനുശേഷം ബിസിനസ് മാനാണ്. തുടക്കകാലം ഒന്ന് ഓർക്കുകയാണെങ്കിൽ ഒരു കോപ്പി റൈറ്റർ എന്നുള്ള നിലയിൽ കോപ്പി റൈറ്റർ എന്ന് പറഞ്ഞ ഒരു വല്ലാത്ത തൊഴിലാണ്. ഇപ്പം നമ്മൾ പലർക്കും വേണ്ടി എഴുതുക. പക്ഷെ പലരുടെയും പേര് പിടിക്കുന്ന കൈയായിട്ടിരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അവരുടെ മനസ്സിലുള്ള ആശയം അത് ജനങ്ങളുമായിട്ട് സംവദിക്കുന്നത് എങ്ങനെ എഴുതണം. ഞാൻ എഴുതിയത് കൂടുതലും മനഃശാസ്ത്ര ലേഖനങ്ങളാണ് എഴുതിയത്. വളരെ പ്രശസ്തരായ പല സൈക്കോളജിസ്റ്റുകളുടെയും പല ആർട്ടിക്കിൾസ് അതിനെ കോപ്പറേറ്റായിരുന്നു. അപ്പം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണെങ്കിൽ പോലും ഭയങ്കര രസകരമാണ്. കാരണം നമുക്ക് അത്ര പരിചിതമില്ലാത്തൊരു മേഖലയിലാണ് ഞാൻ ഇത് വെച്ചിട്ടുള്ളത്. സൈക്കോളജിയാണ്. പക്ഷെ അതെന്റെ ജീവിതത്തിന്റെ ഇനി അറ്റം വരെ സഹായിക്കുന്നുണ്ട്. അത് ഞാനിപ്പോ വളരെ വളരെ സ്നേഹത്തോടെയും നന്ദിയോടും കൂടിയാണ് ഞാൻ കാണുന്നത്. ആ പ്രവൃത്തി പ്രതിഫലം കിട്ടാതെ ആയിരുന്നെങ്കിൽ പോലും. നമ്മുടെ ലൈഫിൽ എപ്പോഴും സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തികളുടെ ഒരു ലൈഫ് എടുത്തു നോക്കി കഴിഞ്ഞാൽ എപ്പോഴും അവർക്ക് വിജയിക്കാനുള്ള ഒരു തേഴ്സ്റ്റ് ഉണ്ടായിരുന്നു. മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെയെങ്കിലും വ്യത്യസ്തമായിരിക്കണം ചെയ്യുന്ന കാര്യങ്ങൾ, അതിൽ വിജയിക്കണം എന്നുള്ളൊരു വല്ലാത്തൊരു തേഴ്സ്റ്റ് എന്ന് തന്നെ നമുക്ക് പറയാം. എത്രത്തോളം ബിസിനസ്സിലേക്ക് എത്തുന്ന ഇത്രയും നാളത്തെ ഒരു സഞ്ചാരത്തിൽ സാർ പറഞ്ഞ പോലെ സൈക്കോളജി അറിഞ്ഞതാവാം, അല്ലെങ്കിൽ കൂടുതൽ അറിയാൻ സാധിച്ച എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? പല നമ്മളുടെ ജീവിത അനുഭവങ്ങൾ തന്നെയാണ് നമ്മളിവിടെയെല്ലാം എത്തിക്കുന്നത്. ഞാൻ ജനിച്ചു വളർന്നൊരു വളരെ സമ്പന്നമായ കുടുംബത്തിലാണ് വന്നത്. എന്റെ ഫാദർ കൈത്തറി